ബിഗ് ബോസ് സീസൺ 6 ഈ ദിനം ലൈവിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂഡാണ് ടോട്ടൽ ലൈവ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂഡ്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ ഒരു സംഗതി, ശ്രീരേഖ അദ്ദേഹത്തിന്റെ ഗെയിം മാറ്റുന്ന ഒരു രീതി കണ്ടു. ഒരു ടോട്ടൽ അപ്രോച്ചിൽ ഒരു മാറ്റം. റോക്കി, രതീഷ് അല്ലെങ്കിൽ സിജോ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീരേഖ അവരിൽ 3 ആൾക്കാരുടെയും ബാക്കിൽ നിൽക്കാനായിട്ട് ആഗ്രഹിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അവരോട് സമരസപ്പെട്ടു പോയി നൈസായിട്ട് ഗെയിം കളിക്കാനായിട്ട് തീരുമാനിച്ച ഒരാളാണ്. എന്നാൽ അവിടെ ഒന്നും പുറത്തിറക്കാതിരുന്ന ഒരു ഗെയിം ഇപ്പോൾ പുറത്തിറക്കുന്നു. ബാക്കിയുള്ള ആളുകളോട് എന്തോ ഒരു അധികാര ഭാവത്തിൽ സംസാരിക്കുന്നു. ടോട്ടൽ ഹൗസിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റുള്ള ആളുകളാണ് ഇറിറ്റേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലേക്ക് താൻ അത് ഏറ്റെടുക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ശ്രീരേഖ വരുന്നത് പോലെ തോന്നി. കുറെയൊക്കെ ഡ്രാമ മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റികളിലെല്ലാം ശ്രീരേഖയ്ക്കെതിരെ വിമർശനങ്ങളും അനുമോദനങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ റോക്കിയാണ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ ശ്രീരേഖയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുൻപ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു സംഗതി, സിജോ ഉടനെ തന്നെ തിരിച്ച് ഹൗസിലേക്ക് കയറുമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹം നാട്ടിൽ നിന്ന് വിളിച്ച സുഹൃത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അതേപോലെ നാട്ടിൽ നിന്ന് വന്ന സുഹൃത്തിനോട് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സംസാരിക്കാനായിട്ടൊന്നും അവസരമില്ല. ഇതൊരു സർജറിയാണ്, ഒരു മൈനർ സർജറിയാണ്. പുറത്ത് സ്കാർ വരാതെ അകത്ത് നിന്ന് ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് 2-3 ദിവസങ്ങളിലേക്ക് നിയന്ത്രണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൗസിലേക്ക് തിരിച്ചു വന്ന് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ എക്സ്ട്രാ എടുത്താലും അദ്ദേഹം തിരിച്ച് ഹൗസിലേക്ക് വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്, ബിഗ് ബോസിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ശരിയാണ്, ഒരു സംഭവം വയലൻസിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്ന് ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്ത് വാൺ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ട്. അത് നമ്മൾ കണ്ടസ്റ്റൻസ് പിടിച്ചു മാറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാണിംഗ് കൊടുക്കായിരുന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ റോക്കി അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിജോ ഹൗസിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നു. അപ്പോൾ സിജോ ഹൗസിൽ ഇല്ലാത്തത് കൊണ്ട് കുറേയധികം മാറ്റങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ ഇന്നലെ പിറന്നിരുന്നു. അപ്പോൾ ഉണ്ണി പിറന്നതുപോലെ ക്യാപ്റ്റൻ പിറന്നതിന്റെ സന്തോഷം ഋഷിക്കും അതേപോലെ തന്നെ അർജുനും അങ്ങനെ ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻസിബ നല്ലൊരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ ഹൗസിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്, ആളുകളെ മാനേജ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലെല്ലാം ആകെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് പവർ ടീമാണ്. ഈ പവർ ടീം അറിയാലോ, 2 പവറുള്ള ആളുകൾ പവർ ടീമിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ ടീമിന് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. റസ്മിൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ജിൻഡോ, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. അത് എല്ലായ്പ്പോഴും അവസരത്തിന് യോജിക്കുന്നൊന്നുമല്ല. ജിൻഡോയും റസ്മിനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്നത്. കണ്ടസ്റ്റൻസ് ചിലപ്പോൾ ഇവരുടെ ആ ഒരു ടീം വർക്കിൽ ഇന്നലെയൊക്കെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവും. എന്നാൽ പ്രേക്ഷകർക്ക് എപ്പോഴും ഇവരിങ്ങനെ ആകെ മൊത്തത്തിൽ അന്താളിപ്പില് എന്ത് ചെയ്യും, അത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ എപ്പോഴത്തേനും ജിൻഡോ കുറെ മണ്ടത്തരം പറയുന്നു, അപ്പൊ റസ്മിൻ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെറ്റപ്പാണ്. അതേപോലെ ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് തങ്ങളുടെ ഇടയിലെ ആ ഒരു യൂണിറ്റി ഇല്ലായ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതേപോലെ ഇന്നലെയൊക്കെ അവരുടെ പവറിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഹൗസിൽ സുഖസമൃദ്ധി എല്ലാ ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന, ഹൗസിന്റെ കൺട്രോൾ എടുക്കാൻ പറ്റുന്ന രാജാക്കന്മാരാവാം എന്നുള്ളൊരു അപ്രോച്ചാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇതിനകത്തൊരു ഗെയിം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗെയിമിലേക്ക് ഇവർ വരുന്നില്ല. അതേപോലെ ഇവരുടെ പവർ ഉപയോഗിക്കുന്ന സമയത്തും ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഞങ്ങൾ പവർ ടീമാണ്, ഞങ്ങൾ ഇങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഓക്കെയാണ്. ഇത് അങ്ങനെയല്ല. ഇവർ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ആരെങ്കിലും എതിരഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒച്ച അങ്ങ് താഴും. പിന്നെ അതിന്റെ ന്യായ അന്യായങ്ങളിലേക്ക് പോകും. ജിൻഡോ ആണെങ്കിൽ കൈ നോക്കുമ്പോഴത്തേന് ആകെ മൊത്തത്തിൽ വീക്കായി ഭയങ്കരമായിട്ട് ഒച്ചയിടും. ഇപ്പൊ നോറയുടെയൊക്കെ കേസിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോഴത്തേന് ഇവർക്ക് ഗെയിം മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്, നിങ്ങളിലെ 5 നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുക, നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുന്ന 5 ആളുകളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ 5 ആളുകൾ വന്ന് പറയുക എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു അംഗീകാരത്തിന് അർഹരായത്, എങ്ങനെയാണ് തങ്ങൾ ഇവിടെ ഹൗസിലെ നല്ല കുട്ടി എന്നുള്ളൊരു പേര് കേൾപ്പിച്ചത്. ഇത് ആക്ച്വലി നമുക്കറിയാം, അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയും സ്വയം ഒന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയും ബിഗ് ബോസ് പ്ലാൻ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ കണ്ടസ്റ്റൻസിൽ കുറേയധികം ആളുകൾ അതെന്തോ വലിയ അംഗീകാരമൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖയ്ക്ക് ഒരു വോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ അങ്ങ് ഒഫൻഡഡായി. എല്ലാവർക്കും ഓരോന്നൊക്കെ കിട്ടും, തന്നെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത്, താൻ പ്രതികരിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നൊരു ഒരു പ്രഹസനം കാണിച്ചു. അത് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്പേസ് എടുക്കലാണ്. അത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ റോക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ റോക്ക് ചെയ്യുന്ന സമയത്തും രതീഷ് ചെയ്യുന്ന സമയത്തും എല്ലാവരും ചെയ്യുന്ന സമയത്തും ശ്രീരേഖയ്ക്ക് അവർക്കെതിരെ സംസാരിക്കാൻ പോയിന്റ് ഉണ്ടായിരുന്നു. എന്നാൽ
അവരെ നല്ലൊരു ഗെയിമേഴ്സായിട്ട് അംഗീകരിച്ച് ശ്രീരേഖ മിണ്ടാതിരിക്കും. അവിടെ ശ്രീരേഖയ്ക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ അത് വിട്ടിട്ട് പെട്ടെന്നുള്ള ഒരു പുറത്തിയാട്ടമാണ് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത്. അത് സിജോ വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് മനസ്സിലാവും. സിജോ വരുമ്പോൾ വീണ്ടും ശ്രീരേഖ ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരേഖയിലെ ആ ഒരു ഗെയിമറെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്ത നല്ല കുട്ടികൾ: അർജുൻ, ഋഷി, യമുന റാണി, ശ്രീതു, ശരണ്യ. നമുക്കും അവർ നല്ല കുട്ടികളാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ടല്ലോ. അപ്പോൾ അർജുൻ അതിന്റെ കാരണങ്ങൾ വന്ന് പറയുകയാണ്. അപ്പോൾ അർജുൻ പറഞ്ഞു, ഞാനൊരു നല്ല കുട്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിരുന്നു, ഭക്ഷണം എടുത്ത് കഴിച്ചിരുന്നു, നിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. എന്നാലും നല്ല കുട്ടി എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം നമുക്കറിയാമല്ലോ. അയാൾ എപ്പോഴും ബാക്കിയുള്ള ആളുകളെ പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അർജുൻ ഒരു നല്ല കുട്ടി തന്നെയാണ്. പിന്നെ ഋഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി എങ്ങനെയാണ് നല്ല കുട്ടിയാവുന്നത്? ഋഷി കുട്ടിയാണ്. എല്ലാ ആൾക്കാരും ഋഷിയെ കുട്ടിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പ്രേക്ഷകർ, ഞാൻ പലപ്പോഴും ഋഷിയെ കുട്ടിയായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഋഷിയുടെ വായിൽ നിന്ന് വരുന്ന പല വർത്തമാനങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ കരയും പിണങ്ങും ഡൗൺ ആയി പോവും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ പോലും ഋഷി ആ ഒരു ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഋഷി. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ഋഷി പറയുന്നത്, ഞാൻ ഭയങ്കര ജെന്യൂനാണ്, അകത്തെ പോലെ തന്നെയാണ് പുറത്തെ പോലെ തന്നെയാണ് അകത്തും, ഞാൻ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഋഷി ഭയങ്കര വീക്കാണ് എന്ന് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഋഷിയെ ഒരു നല്ല കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ജാസ്മിൻ ഇന്ന് രാവിലെ ഋഷിയെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റേ നോമിനേറ്റ് ചെയ്തൊരു കാര്യത്തിലൊക്കെ. അതേപോലെ ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ റിലേഷൻഷിപ്പ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കുട്ടിയായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഋഷിയെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ജാസ്മിന് തോന്നി. എന്തുകൊണ്ടാണ്? ഋഷിയെ പുറത്ത് പാമ്പർ ചെയ്യുന്ന കുറച്ച് ഫാൻസ് ഉണ്ടാവും, അകത്ത് ആളുകൾ പാമ്പർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതായിരിക്കും ജാസ്മിൻ്റെ ഒരു ചിന്ത. യമുന റാണിക്കും താൻ നല്ല കുട്ടി എന്ന് പറഞ്ഞതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. താൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടത്തുള്ളൂ. പിന്നെ ഒന്ന് ശ്രീതുവാണ്. അപ്പോൾ ശ്രീതുവിൻ്റെ ഒരു നീണ്ട ക്ലാസ് ഉണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ഒച്ചയെടുക്കുന്നതാണ് ഗെയിം എന്ന് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒച്ചയെടുക്കുന്ന വ്യക്തിയല്ല. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാറുള്ളൂ. ശ്രീതു ഒരു കാര്യങ്ങൾ ഇടപെടാറില്ല. അപ്പം അതാണ് എൻ്റെ ഗെയിം സ്ട്രാറ്റജി. ബാക്കി എല്ലാ ആൾക്കാരും പറയുന്ന ഒരു വാക്കുണ്ട്, പേഷ്യൻസ്. അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് പറ്റിയ ഒരു ഗെയിം മൊമെന്റിന് വേണ്ടി. അതിനോടൊപ്പം ശ്രീതു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള പല ആൾക്കാർ ഫേക്കാണ്, റിയൽ അല്ല, താൻ റിയൽ ആണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പം അങ്ങനെ ഫേക്കായിട്ട് ശ്രീതു കണ്ട ആളുകൾക്കെതിരെ ഗെയിം കളിക്കുക, അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ശ്രീതു ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്ന 1-2 ആളുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ശരണ്യ പറഞ്ഞത്, താൻ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്, താൻ ഒത്തിരിയധികം കഷ്ടപ്പാടിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്, പണ്ട് ഡാൻസ് പഠിപ്പിച്ച സമയത്ത് കരിമ്പ് ജ്യൂസ് വാങ്ങുന്ന കാര്യത്തിൽ രണ്ടാമതെന്ന് ആലോചിച്ച ഒരാളാണ് എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അങ്ങനെയൊന്നും എല്ലാത്തിനകത്തൊന്നും കയറി ഇടപെടത്തില്ല എന്നൊക്കെയുള്ളതാണ് ശരണ്യയുടെ വാദങ്ങളൊക്കെ. ശരണ്യ ഇടപെടേണ്ട ചില സാഹചര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, എന്നാലും പോരാ. അപ്പോൾ ആ ഒരു അംഗീകാരത്തിന് അർഹയാണ്. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബിഗ് ബോസിന്റെ അഭിപ്രായം അൻസബ് ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസിനുണ്ടായിരുന്നത്. ഇതൊരു അംഗീകാരമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം ഈ ടോട്ടൽ ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ പല ആളുകളും അവിടെ വന്ന് പറഞ്ഞത് അവരെന്തോ മികച്ച ആളുകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നൊക്കെയാണ്. അവരുടെ പൊങ്ങച്ചം പറയുന്ന പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു അംഗീകാരമായിട്ട് ആരും എടുക്കരുത്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി അവസാനിക്കുകയാണ്. ഹൗസിൽ പിന്നീടും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ടീമിന്റെ പവറിനെ കുറിച്ചിട്ട് ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കടുത്ത എതിർപ്പ് എല്ലാ ആളുകൾക്കും ഉണ്ട്. കാരണം ജിൻഡോയൊക്കെ ഭയങ്കര പരാജയമാണ്. ജാൻമണിയുടെ സിഗരറ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. ഈ സിഗരറ്റ് ഇന്നലെ ബാക്കിയുള്ള ആളുകളോട് വരാൻ പറഞ്ഞിട്ട് ജിൻഡോ പൈസ കെട്ടുവലിച്ച ഒരു സീനൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അത് പിന്നെ എനിക്ക് ജാൻമണിയുടെ കേസിൽ തോന്നുന്നത്, ഡെയിലി 3 പാക്കറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ 1 പാക്കറ്റേ വലിക്കുന്നുള്ളൂ എന്നൊക്കെയാണ്. അപ്പം അത്രയധികം അഡിക്ഷനൊക്കെ ഉള്ള ആള് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളുടെ ബാധ്യത അല്ലാതെ എങ്കിലും പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇത് ഒരു വേദിയാണല്ലോ. വലിയമ്മമാരൊക്കെ വലിയ കുറയ്ക്കുന്ന എങ്ങനെയാണ്? നമ്പേഴ്സ് കുറച്ച് വരും. കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിലൊക്കെ ജാൻമണിയെപ്പോലെ, ഇപ്പോൾ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് പറയുകയാണ്, ജാൻമണിയെപ്പോലുള്ള ഒരു വ്യക്തിയൊക്കെ ചെയ്യേണ്ടത് എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആങ്സൈറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ജീവിക്കണ്ടേ? ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ജീവിക്കണ്ടേ? 3 പാക്കറ്റ് ഒരു ദിവസം, അതും കിങ്സ് ഒക്കെയാണ് വലിച്ചു കയറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാക്കറ്റ് വെച്ച് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 107 രൂപ ഒരു പാക്കറ്റിന് വരും. 3 പാക്കറ്റ് കിങ്സ് എന്ന് പറയുമ്പോൾ ഡെയിലി 407 രൂപയുടെ സിഗരറ്റ്. 407 രൂപ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഡെയിലി ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കാം. ഒരു മന്ത് എത്രയാണ് എക്സ്പെൻസ് വരുന്നത്, സിഗരറ്റ് എക്സ്പെൻസ് വരുന്നത്? 10-12,000 രൂപയ്ക്ക് മുകളിൽ വരും. അപ്പം അങ്ങനെയൊക്കെ പൈസ പോകുന്ന ഒരു വഴിയും കൂടെ മനസ്സിലാക്കണ്ടേ? ബിഗ് ബോസ് ഹൗസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒത്തിരിയധികം കഷ്ടപ്പാടുകളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അപ്പം
ഇത് കൺട്രോൾ ചെയ്ത് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് അതിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലത്. ഈ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ബിഗ് ബോസിൽ പോകാനല്ല, ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഫുഡ് ഹാബിറ്റ്സ്, നമ്മളുടെ ചില റുട്ടീൻ ലൈഫിലുള്ള ചില പ്രശ്നങ്ങൾ, അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് അതിനെ നോക്കിക്കൂടെ? കാരണം കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. അതേപോലെ തന്നെ ഇങ്ങനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഓരോ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. നന്ദി.